അബുദാബി റുവൈസിലും ഷാർജ കൊർഫക്കാനിലുമൊക്കെ ഇന്നുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് അല്പം കഴിഞ്ഞ് പരാമർശിക്കാം. അതിനു മുമ്പ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഏതെങ്കിലും മാധ്യമങ്ങളിലോ പരാമർശിക്കാൻ പറ്റാത്ത ചില പദപ്രയോഗങ്ങളുണ്ട്. അത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഹോർമൂസ് കടലിടുക്കിനെയും സാഹചര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഭീഷണി ഇന്ന് മുഴക്കിയിരിക്കുന്നത്. ആ വാക്കുകൾക്കെതിരെ ശക്തമായിട്ട് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടർ ജനറലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കെതിരെ അപലപിക്കാനുള്ള വാക്കുകൾ പോലും എത്ര എടുത്താലും മതിയാവില്ല എന്നാണ് ആഗ്നസ് എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പദപ്രയോഗം ഇവിടെ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ഇതാണ്: നാളെ ഒരു ദിവസം കൂടി അവശേഷിക്കുന്നു. ഏപ്രിൽ 7 പിറന്നാൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ, അമേരിക്കയുമായിട്ടൊരു ഡീലിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇറാനെ ഇൻഫ്രാസ്ട്രക്ചർ സർവ്വവിധ കാര്യങ്ങളും നശിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അതൊരു പവർ പ്ലാന്റ് ഡേ ആയിരിക്കും, ബ്രിഡ്ജ് ഡേ ആയിരിക്കും തുടങ്ങിയ വാക്കുകൾ കൂടി അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകളൊക്കെ ഇവിടെ പറയാൻ പറ്റുന്നതാണ്. പറ്റാത്ത പദങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ സെനറ്റർ ലിൻസെ ഗ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഈ യുദ്ധകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം പറയുന്നത്, ഈ ഗ്രഹാം പറയുന്നത്, ഏതെങ്കിലും ഒരു കാര്യം ഇത്രയും കടുപ്പിച്ചൊരു അൾട്ടിമേറ്റം ട്രംപ് പുറപ്പെടുവിച്ചാൽ അത് അവസാന വാക്കാണ്. ഏപ്രിൽ 7 ലോകത്തിൻ്റെ ഗതി മാറുന്നതാണ്. അതിനു മുമ്പ് ഒരു കരാറിലേക്ക് ഇറാൻ വരൂ എന്നാണ് അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. കൂട്ടത്തിൽ എങ്ങനെയാണ് വെടിവെച്ചിടപ്പെട്ട യുദ്ധവിമാനത്തിൽ നിന്ന് പുറത്തു വീണ അമേരിക്കൻ സൈനികനെ അമേരിക്കയുടെ കമാൻഡർമാർ രക്ഷപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് പങ്കുവെക്കുകയും ചെയ്യുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള സാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത് വളരെ അപൂർവമാണെന്നും ട്രംപ് പറയുകയാണ്. ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മാത്രം നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നും ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന അമേരിക്കൻ സൈനികൻ ഒരു മലയുടെ മുകൾ ഭാഗത്ത് പെട്ടെന്ന് ക്രാക്ക് വീണ ഒരു സ്ഥലത്തേക്ക്, പാറയുടെ ഇടയിലേക്ക് ഇറങ്ങിയിരുന്നാണ് ഒരു ദിവസത്തിലധികം കഴിച്ചു കൂട്ടിയതെന്നും അങ്ങനെ ചിലപ്പോൾ കിട്ടുന്ന സന്ദേശങ്ങളിലൂടെ അമേരിക്കൻ സൈനികർ വന്ന് ചുറ്റുവട്ട പ്രദേശങ്ങളിലൊക്കെ ബോംബ് വർഷിച്ച് ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് ഇദ്ദേഹത്തെ പരിക്ക് പറ്റിയ അദ്ദേഹത്തെ പൊക്കിയെടുക്കുകയായിരുന്നു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. വിശദാംശങ്ങളൊക്കെ ഒരുപക്ഷെ വീഡിയോ ഷോയോടുകൂടി തന്നെ നാളെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് കരുതുകയാണ്. ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയത്ത് നിരീക്ഷിക്കേണ്ട കാര്യം, 30 കൊല്ലം മുമ്പ് 95-ൽ സെർബിയ ബോസ്നിയ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ബോസ്നിയൻ കാടുകളിൽ അകപ്പെട്ടു പോയ ഒരു സൈനികൻ്റെ കാര്യം. അന്ന് 6 ദിവസം കുടിവെള്ളം പോലും കിട്ടാതെ, അനങ്ങാൻ പറ്റാതെ കാട്ടിനുള്ളിൽ കഴിഞ്ഞ്, എന്നിട്ട് അവിടുത്തെ ഉറുമ്പുകളെ പിടിച്ച് കഴിച്ച് അവിടുത്തെ ചെടികളെല്ലാം കഴിച്ചുകൊണ്ട് ജീവിച്ച ഒരു അമേരിക്കൻ സൈനികനെ രക്ഷപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയാണ്. ഹോർമൂസ് തുറന്നു കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് എന്ന് ട്രംപ് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന എന്തെങ്കിലും ചർച്ചാ സാധ്യതകളുണ്ടോ? നമ്മൾ അന്വേഷിക്കുന്നത് അതാണല്ലോ. ഓരോരുത്തർ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് വീരവാദം പറയുന്നതല്ലല്ലോ നമുക്ക് വേണ്ടത്. ലോകം മുഴുവനും മുൾമുനയിൽ നിൽക്കുകയാണ്. പുതിയ തലമുറ ഈ യുദ്ധ സാഹചര്യത്തെ വളരെ ഭീതിയോടെയാണല്ലോ കാണുന്നത്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവർക്കെല്ലാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ അവർക്ക് പുറത്തിറങ്ങി കളിക്കാൻ പോലും മടിയാവുന്നൊരു സാഹചര്യം പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. മാത്രമല്ല, പട്ടിണിയും ദാരിദ്ര്യവും എന്ന സാഹചര്യമൊന്നും ആയിട്ടില്ലെങ്കിലും ഈ വലിയ വലിയ സാമ്പത്തിക സിദ്ധാന്തങ്ങളോ കടലെടുക്കിൻ്റെ ശാസ്ത്രമോ ഒന്നും അവരറിയേണ്ട കാര്യമല്ലെങ്കിലും എവിടെയൊക്കെയോ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. പല രാജ്യങ്ങളിലും ഇന്ധനം കിട്ടാനില്ല, ചായക്കടകൾ അടച്ചുപൂട്ടുന്നു. മാത്രമല്ല, അവരുടെ കറൻസികൾ വിലയിടിഞ്ഞ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ, പെട്രോളിന് വേണ്ടി സർവ്വതും ചെലവഴിക്കേണ്ടി വരുന്ന ഭരണാധികാരികളുടെ ഗതികേടിലേക്ക് പോകുന്ന രാജ്യങ്ങൾ, ഇങ്ങനെ ഏഷ്യൻ മേഖലയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രശ്നങ്ങൾ സങ്കീർണമാണ് യുദ്ധം കാരണം. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ, ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ ആളുകൾ മരിച്ചു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെയും കുട്ടികളുണ്ട്, അവിടെയും മാതാപിതാക്കളുണ്ട്, ഇവിടെയും കുട്ടികളും പാരൻസും ഉള്ളപ്പോൾ
ഈ പരസ്പരമുള്ള ഒരു ബാന്ധവം വിചാരത്തിലെങ്കിലും ഉണ്ടായി വരുമല്ലോ കുട്ടികൾക്ക്. ഇതൊക്കെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ എന്തൊക്കെ മഹത്തരമായ കാര്യങ്ങളാണ് ലോകത്ത് കുട്ടികളോട് പറയുന്നത്. എല്ലാവിധ സൗഭാഗ്യങ്ങളുമുള്ള കാലഘട്ടത്തിലാണല്ലോ നിങ്ങൾ കഴിയുന്നത്. നിങ്ങൾക്ക് AI ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങളുണ്ട്, 12ാം വയസ്സിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, പട്ടിണി പഴയതുപോലില്ല, ലോകത്തിൻ്റെ ഉൽപ്പാദനം കൂടിയിരിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ആഹാരം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ, ആടയാഭരണങ്ങൾ, അലങ്കാരങ്ങൾ എല്ലാമുള്ള നിങ്ങൾക്ക് എന്താണ് വിഷമമെന്ന് ചോദിക്കുന്ന മുതിർന്ന തലമുറ കുട്ടികളോട് ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മറുപടി എന്തായിരിക്കും? സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? ഭാവിയെക്കുറിച്ച് സ്വപ്നമുണ്ടോ? ഒറ്റ ചോദ്യത്തിലെല്ലാം തീർന്നില്ലേ? ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ബാക്കി ഒരു പ്രതീക്ഷയുടെ കനൽ അവശേഷിക്കുന്നുണ്ടോ? മറ്റന്നാൾ അതിശക്തമായി ഇറാൻ്റെ സർവ്വ സജ്ജീകരണങ്ങളും അടിച്ചു തകർക്കും എന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം, എന്നിട്ട് UAE വരാം. ചൈന, റഷ്യ ഈ രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഫോണിൽ സംസാരിക്കുകയും മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതെങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടർക്കൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന കാര്യമൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. അവരൊക്കെ ഇതുകൊണ്ട് ഗുണം നേടിയെടുക്കുന്നു എന്ന് മാധ്യമങ്ങൾ പറയുകയാണ്. നമുക്കറിയില്ല. റഷ്യയ്ക്ക് വലിയ പണത്തിൻ്റെ സ്വാധീനം കിട്ടിയെന്നാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോൾ പറയുന്നുണ്ട് ഉക്രൈൻ്റെ കിഴക്ക് ഭാഗം മുഴുവനും ഞങ്ങളിതാ കൈവശപ്പെടുത്തിയെന്ന അവകാശവാദം ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി പറയുന്നുമുണ്ട്. ഉക്രൈൻ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിലും അവകാശവാദത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ചൈന ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് ആദായമെടുക്കുന്നുണ്ടോ എന്ന കാര്യവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയത്തിൻ്റെ രൂപത്തിൽ ചോദിക്കുകയാണ്. അവർ തമ്മിൽ സംസാരിച്ചാൽ ഈ യുദ്ധം തീരുമോ എന്ന സംശയമാണ് ബാക്കിയുള്ളവർക്കുള്ളത്. ഇതിനിടയിൽ ശുഭപ്രതീക്ഷയായി മാറാൻ സാധ്യതയുള്ള ഒരു ചെറിയ വിഷയം, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈജിപ്തിൻ്റെ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു. ഈജിപ്തിൻ്റെ വിദേശകാര്യമന്ത്രി ആ സംഭാഷണത്തിന് ശേഷം അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് വിറ്റ്കോഫിനെ വിളിച്ചിട്ട് ഫോണിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. അതെന്തെങ്കിലും ഒരു തീരുമാനമാകുമോ? അതിനെ തുടർന്നാണോ ട്രംപ് പറഞ്ഞത് നാളെ കൊണ്ട് ഇതൊക്കെ അവസാനിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്, നാളെ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ യുദ്ധം തന്നെ തീരാനുള്ളൊരു സാധ്യതയിലേക്ക് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ മറ്റന്നാൾ കാണിച്ചു തരാം എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പിനിടയിൽ എന്തെങ്കിലും ശുഭപ്രതീക്ഷ വരുമോ? നമ്മളെല്ലാവരും ഉറ്റുനോക്കി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. യുദ്ധമാർക്കും സന്തോഷമല്ലല്ലോ കൊണ്ടുവരുന്നത്. ഏതായാലും നാളത്തെ ദിവസം തിങ്കളാഴ്ച ഏപ്രിൽ 6 നിർണായകമാണ്. ഏപ്രിൽ 7 അല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കി എല്ലാം നശിപ്പിക്കുമെന്ന് പറയുകയാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലും ഇറാൻ്റെ UN മിഷനും ഒക്കെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ കടും പിടുത്തം പിടിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുള്ളപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. നല്ല വാക്കുകളുടെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? വരുന്ന ഒരു കാര്യം, ഒമാൻ്റെയും ഇറാൻ്റെയും ഉന്നതതല വൃത്തങ്ങൾ ഇന്നലെ മസ്കറ്റിൽ യോഗം ചേർന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ സുഗമമായിട്ട് എങ്ങനെ കപ്പലുകൾക്ക് പോകാം? ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ, പാകിസ്ഥാൻ്റെ, തുർക്കിയുടെ, പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള, ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ പോകുന്നത്. ഇറാഖിൽ ലോഡ് ചെയ്ത ഒരു ഷിപ്പ് ഇന്ന് കടന്നുപോയി എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ദിവസം 100-110 പോകുന്ന കടലിടുക്കിലൂടെ ഈ കഴിഞ്ഞ 37 ദിവസമായിട്ട് ആകെ പോയിട്ടുള്ള 180 കപ്പലുകൾ മാത്രമാണ്. അതുകൊണ്ടൊക്കെ ആവണം ഇപ്പോൾ OPEC പ്ലസ് പറഞ്ഞിരിക്കുന്നു വർദ്ധിപ്പിക്കുക ഉൽപ്പാദനം എണ്ണയുടേത്, കാരണം തികയില്ല, പ്രശ്നങ്ങളാണ്. ലിബിയ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച എണ്ണ ഉൽപ്പാദനം ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരിക. ഒരു ദിവസം 1.43 മില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യത്തിൽ ലിബിയ എത്തി, അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. UAE വരുമ്പോൾ ഇന്ന് ഏപ്രിൽ 5-ാം തീയതി യുദ്ധത്തിൻ്റെ 37-ാം ദിവസം ഞായറാഴ്ച ഷാർജയുടെ ഭാഗമായ കൊർഫക്കാനിൽ ആക്രമണം നടത്താൻ വേണ്ടി ഡ്രോണുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന രൂപത്തിൽ റിപ്പോർട്ട് വരുന്നു. അതനുസരിച്ച് അതിന് നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള നടപടികളുണ്ടായി. ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല എന്ന അറിയിപ്പാണ് ആശ്വാസകരമായിട്ട് വരുന്നത്. അബുദാബിയിൽ എല്ലാവർക്കും, ഇവിടെ UAE കഴിയുന്നവർക്കും ഗൾഫ് മേഖലയിൽ കഴിയുന്നവർക്കും അറിയാം, 98-ൽ സ്ഥാപിക്കപ്പെട്ട ബുറൂജ് എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും മികച്ച പെട്രോ കെമിക്കൽ കമ്പനികളിൽ, ഫാക്ടറികളിൽ ഒന്നാണ്.
ഒത്തിരി പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അഡ്നോക്കിൻ്റെ പങ്കാളിത്തം 54% കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്ന് 3 പ്രാവശ്യം തീപിടുത്തമുണ്ടായി എന്ന് അവശിഷ്ടങ്ങൾ വന്ന് വീണിട്ട്. അവിടെ ലക്ഷ്യം വെച്ച് വന്ന ഡ്രോണുകളെയും മിസൈലുകളെയും UAE ശക്തമായ സിസ്റ്റം പ്രതിരോധിച്ചുകൊണ്ട് അവിടെ അവശിഷ്ടങ്ങൾ വീണപ്പോൾ ഉണ്ടായ തീപിടുത്തമാണ്. ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കേണ്ട സാഹചര്യമാണെന്ന അറിയിപ്പ് ഔപചാരികമായി അഡ്നോക്ക് പറയുകയാണ്. ഏപ്രിൽ 3 തത്തുല്യമായ മറ്റൊരു സംഭവം ഹബ്ഷാൻ എന്ന് പറയുന്ന ഭാഗത്തെ, ഇതിപ്പോൾ ബുറൂജിരിക്കുന്ന റുവൈസിലാണ്, ഹബ്ഷാൻ ഭാഗത്തുള്ള അഡ്നോക്ക് ഗ്യാസിൻ്റെ ഒരു ഫാക്ടറിക്ക് മേലും ഇതുപോലുള്ളൊരാക്രമണം ഉണ്ടാവാനുള്ള ശ്രമം നടക്കുകയും അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ കഷ്ണങ്ങൾ വീഴുകയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അതും ഒരു കണക്കെടുപ്പിന് വേണ്ടിയോ അതിൻ്റെ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്കാക്കാൻ വേണ്ടിയോ ഇപ്പോൾ തൽക്കാലം പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്ന രീതിയാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇന്ന് കുവൈറ്റിന് നേർക്കും ശക്തമായ ആക്രമണമുണ്ടായി. ഓയിൽ കോംപ്ലക്സ്, വാട്ടർ പ്ലാന്റ്, ഡീസാലിനേഷൻ പ്ലാന്റ് എന്നിവയ്ക്ക് മേൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ട് വരികയാണ്. UAE നിന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഔദ്യോഗികമായ കണക്ക് പുറത്തു വരുമ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 50 ഡ്രോണുകളെയാണ് UAE സേന നിർവീര്യമാക്കിയത്. ഒരു ക്രൂയിസ് മിസൈലും വന്നു, 9 ബാലിസ്റ്റിക് മിസൈലും വന്നു. അങ്ങനെ ആകെ 60 എണ്ണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇവിടെ നിർവീര്യമാക്കപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇതിനിടയിൽ ദുബായിൽ നിന്ന് പുറത്തു വരുന്ന ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. ആളുകൾ വിചാരിക്കും പൊതുവേ ഇനിയിപ്പോൾ ഗൾഫ് വിട്ടിട്ടൊക്കെ നാട്ടിൽ പോകാം എന്ന് കരുതിയിരിക്കുന്ന കൂട്ടത്തിലാണ് ചില കണക്കുകൾ. ഈ യുദ്ധം നടന്ന മാസമാണല്ലോ, മൊത്തത്തിൽ മാർച്ച് മാസത്തിലെ എല്ലാ ദിവസവും യുദ്ധമായിരുന്നല്ലോ, ഫെബ്രുവരി 28 മുതൽ. അപ്പോൾ വിചാരിച്ചതിനപ്പുറമുള്ള തരത്തിലേക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ആളുകൾ വന്നു. വരുന്നവർക്ക്, പുതുക്കുന്നവർക്ക് ഒക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ദുബായ് ഗവൺമെൻറ് മുന്നോട്ട് വന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും വലിയ പ്രതീക്ഷകളുമായി ഇതൊക്കെ തൽക്കാലം കുറച്ച് കഴിയുമ്പോൾ അസ്തമിക്കുമെന്നും അത് കഴിഞ്ഞ് സജീവമായി വീണ്ടും ഗൾഫിൻ്റെ വിപണിയും ജീവിതവും സ്വപ്നങ്ങളും ഉണരുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലക്ഷങ്ങൾ നമ്മൾ പ്രവാസികൾ കഴിയുന്നത്. ആ വിചാരധാരയിലേക്ക്, ആ ചിന്താശക്തിയിലേക്ക് എത്രയും വേഗം തന്നെ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മളെല്ലാവരും തിരികെ എത്തട്ടെ, ജീവിതങ്ങൾ തളർത്ത് പരിലസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ ഏപ്രിൽ 5 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നത്. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, India GCC Business Lounge.